ശരി മോളെ, ഞാൻ പിന്നെ വിളിക്കാം. എന്താ ആരതി പറഞ്ഞത്? പ്രശ്നമാണ് അടുത്ത്. ആരതിയുടെ അഭിപ്രായം അനുസരിച്ച് നിയമപ്രകാരമുള്ളൊരു മൂവ്മെന്റ് അത് സുകുമാരി അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നതും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നതും അപകടമാണ്. അയ്യോ, നിയമത്തിന്റെ കണ്ണിൽ നോക്കുമ്പോ പ്രിയങ്കയല്ലേ വരുണിന്റെ ഭാര്യ. പ്രിയങ്ക ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ വരുണും രാധികയും തമ്മിൽ നടന്ന വിവാഹത്തിന് നിയമസാധ്യതയില്ല. പ്രിയങ്കയുടെ വയറ്റിൽ വളരുന്ന കുട്ടി വരുണിന്റെ അല്ലെന്ന് വരുണിന് ഉറപ്പുണ്ടായിരിക്കും. പക്ഷെ തൽക്കാലം നിയമം വരുണിനെതിരാവും. ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷമുള്ള DNA ടെസ്റ്റാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോഴേക്കും നാടും വീടും ഒക്കെ നാണക്കേട് കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും. ഇതെന്താ ഈ പറയുന്ന? പ്രിയങ്കയും അവളുടെ വയറ്റിലെ കുഞ്ഞിനെയും വരണ ഏറ്റെടുക്കേണ്ടി വരുമെന്നാണോ? ആരതി പറയുന്നത് നിയമമാണ്. എന്തെങ്കിലും ഒരു നിയമസാധ്യത ഉണ്ടെങ്കിൽ രാധികയുടെ കാര്യത്തിൽ അവള് പറയാതിരിക്കൂ. എന്റെ ശ്യാമേ, വരുണ് കൺമുന്നിലുള്ളപ്പോഴല്ലേ ഈ കുഴപ്പം മുഴുവൻ സുകുമാരി അമ്മ ഉണ്ടാക്കിയത്. ആരും അറിയാതെ അവരെവിടെയെങ്കിലും പറഞ്ഞു വിട്ടാലോ? അവരെവിടെയെങ്കിലും സുഖമായിട്ട് താമസിച്ചോട്ടെ. അതെങ്ങനെയാടുത്തി? അവരൊരു യാത്ര പോയപ്പോ അവർക്ക് പിന്നാലെ ഉണ്ടായ അപകടം കണ്ടില്ലേ? അത് മറക്കാൻ പറ്റുമോ? വീട്ടിലുണ്ടായ സുകുമാരിയമ്മ ഉണ്ടാക്കുന്ന പുലിവാലുകളൊക്കെ പേടിക്കണം. പുറത്തിറങ്ങിയാലോ കൊല്ലാൻ നടക്കുന്നവരെ പേടിക്കണം. എന്റെ മോളിപ്പോ വല്ലാത്ത അവസ്ഥയില. ശ്യാമേ, ഇപ്പൊ രാധികയ്ക്കും വരുണും വേണ്ടത് ശ്യാമ അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള വിശ്വാസമാ. അല്ലാതെ ശ്യാമ വല്ലാതെ പേടിക്കും തോന്നിയാല് അത് രാധികമ്മളുടെ ബലം കുറയ്ക്കും. അത് വരുണിനെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് അവരെ വിളിച്ച് സംസാരിക്കുമ്പോ എല്ലാം കൈവിട്ടു പോയി എന്നുള്ള നിലയ്ക്ക് ശ്യാമ സംസാരിക്കരുത്. എല്ലായിടത്തെ ഇത്രയും നാളും എന്റെ മോളുടെ മുമ്പിൽ ഞാൻ അഭിനയിക്കായിരുന്നല്ലോ. ഇനിയിപ്പോ ധൈര്യമായിട്ട് അഭിനയിക്കാം. എന്ത് വേണമെങ്കിലും വന്നോട്ടെ, നമുക്ക് നേരിടാം എന്നൊക്കെ പറയാം. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ പേടിക്കും എടുത്തി. ഞാൻ നടന്ന അതേ തീവഴിയിൽ അവൾ നടക്കാൻ തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് പൊള്ളിയതുപോലെ